പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. ജനസംഘം ബി.ജെ.പി. പ്രസ്ഥാനങ്ങളുടെ കൊച്ചിയിലെ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. ജനസംഘം ബി.ജെ.പി. പ്രസ്ഥാനങ്ങളുടെ കൊച്ചിയിലെ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രന്റെ വേർപാടിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ബി.ജെ.പി. മട്ടാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് രഘുറാം ജെ പൈ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യകർത്താക്കന്മാർക്ക് തുടരാൻ കഴിയാറില്ല. പ്രധാനപ്പെട്ട പല കാര്യകർത്താക്കന്മാരെടുത്തു നോക്കിയാലും മക്കളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഒന്നും അതിന് ആ നിലവാരത്തിൽ സംഘത്തോടോ അല്ലെങ്കിൽ പരിവാര പ്രസ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് നിന്ന് പോകാൻ പലർക്കും കഴിയാറില്ല. എസ് അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പെരുമാറ്റവും വീട്ടിനകത്തും അദ്ദേഹം പ്രസ്ഥാനത്തോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളൊരു കൂറ് അല്ലെങ്കിൽ ആദർശത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത അത് വലിയ പ്രസംഗത്തിൽ കൂടിയൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം വീട്ടിൽ തന്നെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാ ആളുകളും കുടുംബം മുഴുവൻ നമ്മുടെ ഒരു പ്രസ്ഥാനത്തോട് ഇഴുകിച്ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ശൈലിയുടെയും ആദർശത്തോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പന്ഥാവിനെ ബന്ധപ്പെടുത്തിയാവാനാണ് സാധ്യത. രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൊച്ചി നഗർ സംഘചാലക് പി നാരായണ റാവു, ബി.ജെ.പി. എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു, ജില്ലാ സെക്രട്ടറി ശിവകുമാർ കമ്മത്ത്, ജനാർദ്ദന ദേവസ്വം ട്രസ്റ്റി അരുൺ, വിവിധ സംഘടനാ ഭാരവാഹികളായ സി അജിത്, ധന്യ ജി മല്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.